അങ്ങനെ ഷില വില്ലേജിൽ നിന്ന് യാത്ര ആരംഭിച്ച ഞങ്ങൾ മിനി ഹാങ്ങിങ് ബ്രിഡ്ജ് കണ്ട്, സുതാര്യമായ ഉംകോട്ട് റിവർ കണ്ട്, ബ്രിട്ടീഷ് PSP ബ്രിഡ്ജ് കടന്ന്, ഷില ഹാങ്ങിങ് കേബിൾ ബ്രിഡ്ജ് താണ്ടി, അതിൽ താഴെ ഒഴുകുന്ന ഉമ്മിയം റിവർ ആസ്വദിച്ച്, പ്രകൃതിയുടെ നടുവിലെ ആർട്ടിഫിഷ്യൽ ഫുട്ബോൾ ഗ്രൗണ്ട് നോക്കി, ഷില വില്ലേജ് മാർക്കറ്റ് വഴി ഗ്രാമത്തിന്റെ ഹാർട്ട് ബീറ്റ് അനുഭവിച്ച ശേഷം ഇപ്പോൾ ഞങ്ങളുടെ യാത്ര സോബാർ എത്തി നിൽക്കുകയാണ്. വാറോ ബ്രിഡ്ജിലേക്ക് പോകുമ്പോൾ ടാക്സി എടുക്കാൻ ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ 12 കിലോമീറ്റർ നടക്കാൻ തീരുമാനിച്ചു. ഇവിടെ നിന്ന് വാറോ ബ്രിഡ്ജിലേക്ക് 12 കിലോമീറ്റർ ആണ്. കാരണം ആ വഴി അത്രയും സുന്ദരമായിരുന്നു. മലകളുടെ ഇടയിൽ നടക്കുമ്പോൾ മേഘങ്ങൾ താഴേക്കിറങ്ങി വഴിയിലൂടെ തന്നെ നമ്മളോടൊപ്പം വരുന്നത് പോലെ ഓരോ ചുവടും മുന്നോട്ട് വെച്ചപ്പോൾ കാഴ്ച മാറിക്കൊണ്ടേയിരുന്നു. പക്ഷെ അതിന്റെ ഫീൽ മാത്രം കൂടുകയായിരുന്നു. അപ്പോഴാണ് മനസ്സിലായത് നാം ഒരു സ്ഥലത്തേക്ക് പോകുന്നില്ലായിരുന്നു. ആ വഴി തന്നെയായിരുന്നു നമ്മുടെ യാത്ര. ജീവിതവും അങ്ങനെ തന്നെയാണ്. നാം എപ്പോഴും വേഗത്തിലെത്താൻ ശ്രമിക്കുന്നു. ചില സൗന്ദര്യങ്ങൾ സ്ലോ ആയി നടന്നാൽ മാത്രമേ കാണാൻ കഴിയൂ. ചില അനുഭവങ്ങൾ സമയം കൊടുത്താൽ മാത്രമേ മനസ്സിലേക്ക് എത്തൂ. അങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ചെറിയ ഹോട്ടൽ കണ്ടു. വിശന്ന് ഞങ്ങൾ അവിടുന്ന് ചപ്പാത്തിയും പോർക്ക് കറിയും വാങ്ങിച്ചു കഴിച്ചു. കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും മനസ്സ് ഭക്ഷണത്തിലായിരുന്നില്ല, പുറത്തെ കാഴ്ചകളിലായിരുന്നു. മുന്നിലേക്ക് നോക്കുമ്പോൾ തന്നെ മേഘങ്ങളുടെ കൂടാരം കാണാം. ആ കാഴ്ച മാത്രം മതി യാത്രയുടെ ആവേശം കൂട്ടാൻ. മേഘങ്ങൾ തൊടുന്ന മലനിരകളും കാറ്റിന്റെ സംഗീതവും പച്ചപ്പിന്റെ ശാന്തതയും എല്ലാം ചേർന്നൊരു സ്വർഗാനുഭവം. അപ്പോൾ എനിക്ക് തോന്നി, ഇവിടെ മേഘങ്ങൾ പോലെ തെളിഞ്ഞ മനസ്സുള്ളവരാണ് ഇവിടെയുള്ള മനുഷ്യരെന്ന്. മുന്നോട്ട് പോകുമ്പോൾ ബ്രിഡ്ജ് മുഴുവൻ ക്രിസ്മസ് ഡെക്കറേഷൻസും പോസ്റ്റ് ലൈറ്റ്സും ഹാങ്ങിങ് ലൈറ്റുകൾ കൊണ്ടുള്ള വളരെ ലളിതമായൊരു ഡെക്കറേഷൻസ്. പക്ഷെ രാത്രിയാണെങ്കിൽ ആ ബ്രിഡ്ജ് മുഴുവൻ കളർഫുൾ ലൈറ്റുകൾ കൊണ്ട് ഒരു ചെറിയ ഫെസ്റ്റിവൽ പോലെ തോന്നിപ്പോകും. വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ ചില കുട്ടികൾ നടന്നു പോകുന്നത് കാണാം. അവിടെ ഒരു പയ്യൻ അടയ്ക്ക കവണ വെച്ച് അടിക്കാൻ ശ്രമിക്കുന്നു. ആദ്യ ശ്രമം മിസ്സായി, രണ്ടാമത്തെ ശ്രമവും മിസ്സായി. പക്ഷെ മൂന്നാമത്തെ ശ്രമത്തിൽ അവൻ ലക്ഷ്യം കണ്ടു. ആ ചെറിയ വിജയത്തിൽ അവന് കിട്ടിയ സന്തോഷം അത് കാണുന്നവർക്കും ഒരു സ്മൈൽ തരുന്ന മൊമെന്റ് ആണ്. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ സോബാറിലെ വാറോ ബ്രിഡ്ജിലേക്ക് എത്തിയിരിക്കുകയാണ്. അടുത്തുള്ള ചെറിയ കടയിലിരുന്ന് ഒരു ചൂട് ചായ കുടിക്കുമ്പോൾ ആ പ്രകൃതിയുമായി ലയിക്കുന്ന ആ ഫീൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാറ്റ്, മല, നദി എല്ലാം ചേർന്നൊരു കിടിലൻ ആംബിയൻസ്. അങ്ങനെ ഞങ്ങൾ വാറോ ബ്രിഡ്ജിന് മുകളിലെത്തി. വാറോ ബ്രിഡ്ജ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ സ്റ്റീൽ ആർച്ച് റോഡ് ബ്രിഡ്ജ് ആണ്. 169 മീറ്റർ നീളമുള്ള ഒരു പാലം. സത്യത്തിൽ ഇതൊരു എഞ്ചിനീയറിംഗ് അത്ഭുതം തന്നെയാണ്. ഇവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ശാന്തമായി ഒഴുകുന്ന നദിയും അതിലൂടെ ജലത്തിൽ തരംഗമുണ്ടാക്കി പോകുന്ന ബോട്ടുകളും മനസ്സിനൊരു പ്രത്യേക ഫീൽ നൽകുന്നു. അവിടുന്ന് താഴേക്ക് സ്റ്റെപ്സ് ഇറങ്ങിയ സൈഡായി ബാംബു ബാസ്ക്കറ്റ് കാണാം. ഇതാണ് വാറോ റിവർ. ഇവിടെ നിന്ന് നോക്കിയാൽ വെള്ളത്തിനടിയിലെ ചെറുകല്ലുകളും മണലും വളരെ വ്യക്തമായി കാണാം. ഇവിടെ നീലജലം വൈഡൂര്യം പോലെ തിളങ്ങുന്നു. അതിന്റെ മുകളിൽ വില്ല് പോലെ നിൽക്കുന്ന ബ്രിഡ്ജും. മൊത്തത്തിൽ ഒരു മൈൻഡ് ബ്ലോയിങ് വ്യൂ. അവിടെയായി ബോട്ടിലൊരു കുട്ടി ഡാൻസ് കളിക്കുകയാണ്. ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ നമ്മളെല്ലാം മുമ്പ് കണ്ടിരുന്ന ഇന്തോനേഷ്യയിലെ വയറ ഡാൻസിലെ സ്റ്റെപ്സ് തന്നെയാണ് ആ പയ്യൻ കളിക്കുന്നത്. മ്യൂസിക് വൈബ്സ്, റിവർ ബ്രീസ്, മൗണ്ടൻ വ്യൂ എല്ലാം ചേർന്നപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ഒരു ചെറിയ വെക്കേഷൻ പോലെ ഫീൽ ചെയ്യും. ഗോർഗ് മലനിരകളുടെ മുകളിലൂടെ ഒഴുകി വരുന്ന നദിയാണ് വാറോ. ഈ നദി സോബാർ ഗ്രാമത്തിലൂടെ ഒഴുകി അവസാനം ബംഗ്ലാദേശിൽ ചെന്ന് പതിക്കുന്നു. ചുറ്റിലും പ്രകൃതി ഭംഗി നിറഞ്ഞു നിൽക്കുന്നു. പുഴയുടെ ശബ്ദം, തണുത്ത കാറ്റ്, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മൈൻഡ് റിഫ്രഷ് ആകുന്ന ഒരു സ്ഥലം. അവിടെയായി കരയിൽ വിവിധ നിറങ്ങളുള്ള ബോട്ടുകൾ നിരത്തി വെച്ചിരിക്കുന്നു. മുന്നിലൂടെ ശാന്തമായി ഒഴുകുന്ന വാറോ റിവർ, പിന്നിൽ പച്ച മലകൾ, മൊത്തത്തിൽ ഒരു ചിൽ സ്പോട്ട്. ഹോണസ്റ്റ്ലി പറഞ്ഞാൽ ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് മാത്രമല്ല, ഫ്രണ്ട്സിനൊപ്പം ചിൽ ചെയ്യാനും റീൽസ് എടുക്കാനും ഫോട്ടോഷൂട്ട് ചെയ്യാനും അതോടൊപ്പം മൈൻഡ് റിലാക്സ് ചെയ്യാനുമുള്ള ഒരു അമേസിംഗ് സ്പോട്ട് കൂടിയാണ്. അവിടെ ഗ്രാമീണ ശൈലിയിലുള്ള മരം പിക്നിക് മേശകളും ഇരിപ്പിടങ്ങളും ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ ഒരു ഓറഞ്ചിന്റെ വില 20 രൂപയാണ്. അങ്ങനെ ഞങ്ങളും ഇവിടെ ഇരുന്ന് ചൂട് മാഗി സൂപ്പ് വാങ്ങിച്ചു കഴിച്ചു. അതും ആ ഒഴുകുന്ന തണുത്ത വെള്ളത്തിൽ കാലിട്ടിരുന്ന്. അതൊരു വേറിട്ട അനുഭവം തന്നെയാണ് കേട്ടോ. വാറോ ബ്രിഡ്ജിന് മുകളിൽ നിന്ന് വ്യൂ കാണണം, പിന്നെ സ്റ്റെപ്സ് ഇറങ്ങി റിവർ സൈഡിലെത്തണം. ഇവിടെ ബാംബു കഫേ ഏരിയയിൽ കുറച്ച് സമയം ഇരിക്കണം. അപ്പോൾ മാത്രമേ വാറോ ട്രിപ്പ് കംപ്ലീറ്റ് ആയെന്ന് പറയാൻ പറ്റൂ. ഇങ്ങനെയൊരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ ചാൻസ് കിട്ടിയാൽ ഒരിക്കലും മിസ് ചെയ്യരുത് കേട്ടോ. സം പ്ലേസസ് യു വിസിറ്റ്, സം പ്ലേസസ് യു ഫീൽ.
ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ അങ്ങനെ വീണ്ടും സൊഹറയിൽ എത്തിയിരിക്കുകയാണ്. അവിടെ ഒരു ഫ്രണ്ട് ഞങ്ങൾ പരിചയപ്പെട്ടു. അവർക്ക് ഇവിടെ ഒരു സൊഹറയിൽ ഒരു ബേക്കറി ഉണ്ട്. തിനാരിസ് ബേക്കറി എന്നാണ് പേര്. നമുക്ക് ആ ഫ്രണ്ടിനെ ഒന്ന് പരിചയപ്പെടാം. ഹെർ നെയിം ഈസ് ഋതിക എന്നാണ്. ഋതിക ഇവിടെ ഹോം മെയ്ഡായി വിവിധ തരത്തിലുള്ള കേക്ക്സ് ഉണ്ടാക്കുന്നുണ്ട്. അതുമാത്രമല്ല കേട്ടോ, ഋതികയ്ക്ക് സ്വന്തമായി പ്രീമിയം ഹോം സ്റ്റേ ഉണ്ട്. ഞങ്ങൾ ടെന്റ് അടിച്ചത് ഋതികയുടെ ഹോം സ്റ്റേയുടെ അപ്സ്റ്റെയറിലാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ ചിറാപ്പുഞ്ചി മുഴുവൻ ഒറ്റ ഫ്രെയിമിൽ കാണാൻ കഴിയും. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഒരു ഹോട്ടലിൽ കയറി ചപ്പാത്തിയും ഡാലും കഴിച്ച ശേഷം ഞങ്ങൾ സൊഹറ ടൗണിലെ തൊട്ടടുത്ത അർവ കേവിലോട്ട് പോയി. മെയിൻ ഗേറ്റിൽ നിന്ന് 2 കിലോമീറ്റർ ഉള്ളിലോട്ട് പോകണം അർവ കേവിന്റെ മുന്നിലെത്താൻ. പോകുന്ന വഴിയിൽ അർവ പാർക്ക് കാണാം. അവിടെ ഇരുന്ന് കണ്ണെത്താ ദൂരത്തേക്ക് പരന്നു കിടക്കുന്ന മലകളെ നോക്കിയിരിക്കുമ്പോൾ സത്യമായി പറഞ്ഞാൽ മൈൻഡ് ഒന്ന് റീസെറ്റ് ആകുന്ന പോലെയാണ്. ഒന്നും ചിന്തിക്കാനില്ല, ഒന്നും പ്രൂവ് ചെയ്യാനില്ല, ജസ്റ്റ് ഇരിക്കാം, വ്യൂ ആസ്വദിക്കാം. അങ്ങനെ ഞങ്ങൾ അർവ കേവിന് എൻട്രൻസിലെത്തി. പെർ പേഴ്സൺ ടിക്കറ്റിന് 50 രൂപയാണ്. അങ്ങനെ നടന്നു പോകുമ്പോൾ കമ്പി കൊണ്ട് കെട്ടിയ കൈവരിയും മരം കൊണ്ടുള്ള കൈവരിയും കാണാം. അവിടെയായി മണ്ണുകൊണ്ട് കോൺ രൂപത്തിൽ നിർമ്മിച്ച വേസ്റ്റ് ബാസ്ക്കറ്റും കാണാം. താഴെ ഇറങ്ങിയാൽ മുന്നിൽ മലകളുടെ ഒരു വിസ്മയ ലോകമാണ്. കുറച്ചു നേരം ഇവിടെ ഇരുന്ന് ആ കാഴ്ചകളൊക്കെ ആസ്വദിച്ചാൽ സമയം പോലും നിൽക്കുന്ന പോലെ തോന്നും. ഇത് കടൽ ജീവികളുടെ വിവിധ ഷെല്ലുകളുടെ ഘടനയും ഭാഗങ്ങളും കാണിക്കുന്ന ഒരു ശാസ്ത്രീയ ഡയഗ്രമാണ്. ശേഷം ഞങ്ങൾ അർവ കേവിന്റെ ഉള്ളിലേക്ക് കയറി. ഹിസ്റ്ററി, മിസ്റ്ററി, അഡ്വഞ്ചർ ഈ 3 അനുഭവങ്ങളിലും ഒരുമിച്ച് നിൽക്കുന്ന അപൂർവ സ്ഥലങ്ങളിലൊന്നാണ് അർവ കേവ്. 300 മീറ്റർ നീളമുള്ള ഗുഹയുടെ ഉള്ളിലേക്ക് നടന്നാൽ കൂടുതൽ ഭാഗങ്ങളിലും ലൈറ്റ് ഉള്ളത് കൊണ്ട് ഗുഹയിലൂടെയുള്ള നടത്തം സേഫും ടെൻഷൻ ഫ്രീയുമാണ് കേട്ടോ. സമയം നിർത്തിവെച്ചതുപോലെ തോന്നിക്കുന്ന ഈ ഗുഹയുടെ ഉള്ളിലൂടെ കടന്നാൽ ഓരോ വഴിയും ഓരോ കഥകൾ പറയുന്ന പോലെ ഒരു അനുഭവമാണ്. ഒന്നും താഴ്ന്നു നടന്നില്ല എങ്കിൽ ചില ഭാഗങ്ങളിൽ തലയ്ക്കൊരു കൊട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. താഴെയായി ഗുഹയിൽ വെള്ളം ഒഴുകുന്നത് കാണാം. പഴയകാലത്ത് ഇവിടത്തെ നാട്ടുകാർ ഗുഹ വഴി ഒരു വില്ലേജിൽ നിന്ന് മറ്റൊരു വില്ലേജിലേക്ക് പോകുവാൻ ഉപയോഗിച്ചിരുന്നുവെന്ന് ചിലർ പറയുന്നു. പക്ഷെ എല്ലാ വഴികളും ഇപ്പോ ഓപ്പൺ അല്ല കേട്ടോ. ചുറ്റിലും വലിയ വലിയ പാറക്കൂട്ടങ്ങൾ തിങ്ങി നിറഞ്ഞ ഒരു പുരാതന കടൽ ഗുഹ. താഴെയും പാറ, മേലെയും പാറ, സൈഡിലും പാറ, മുന്നിലും പാറ. എവിടെ നോക്കിയാലും പാറ കൊണ്ടുള്ളൊരു ആർട്ട് വർക്കാണ്. ഈ കേവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതൊരു സാധാരണ കേവ് അല്ല കേട്ടോ. കോടിക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ഫോസിൽസ് ഒളിപ്പിച്ചിരിക്കുന്ന ഭൂമിയുടെ ഒരു രഹസ്യ ലോകമാണിത്. ചെറിയ ട്രക്കിംഗ് കഴിഞ്ഞ് കേവിലേക്ക് കടക്കുമ്പോൾ ഇടുങ്ങിയ വഴികൾ, ലൈംസ്റ്റോൺ രൂപങ്ങൾ, ഇരുണ്ട ചേമ്പേഴ്സ്, ഫോസിൽ നിറഞ്ഞ കല്ലുകൾ, ഓരോ ചുവടും ഓരോ അഡ്വഞ്ചർ. ഒരിക്കൽ കടലായിരുന്ന സ്ഥലത്ത് നമ്മൾ നടക്കുകയാണ് എന്ന് കൂടി അറിഞ്ഞാലോ? അതെ, ഒരിക്കൽ ഈ പ്രദേശം മുഴുവൻ കടലായിരുന്നു. കാലക്രമേണ കടൽ മാറി മലകളും കാടുകളും രൂപപ്പെട്ടു. പക്ഷേ കടലിലുണ്ടായിരുന്ന ജീവികളുടെ അടയാളങ്ങൾ ഇന്നും ഈ കേവിന്റെ കല്ലുകളിൽ ഫോസിലായി കാണാം. അതാണ് അർവ കേവിനെ സ്പെഷ്യൽ ആക്കുന്നത്. ഇത് വെറുമൊരു ഗുഹയല്ല, ഇത് സമയം മറന്നുപോയൊരു ലോകമാണ്. ഗുഹയിലേക്ക് നടക്കുമ്പോൾ ആദ്യം കേൾക്കുന്നത് നിശബ്ദതയാണ്. നഗരശബ്ദമില്ല, ആളുകളുടെ തിരക്കില്ല, കാറ്റും വെള്ളത്തിന്റെ തുള്ളികളും നമ്മൾ നടക്കുന്ന ശബ്ദവും മാത്രം. അവിടെ നിന്ന് യാത്ര തുടങ്ങുന്നത് മുന്നോട്ടല്ല, പിന്നോട്ട്, കാലത്തിന്റെ പിന്നോട്ട്. നമ്മൾ മനുഷ്യർ പോലും ഇല്ലാത്തൊരു കാലത്തേക്ക് പോകുന്ന യാത്ര. ഗുഹയ്ക്കുള്ളിൽ ലൈറ്റ് ഓഫ് ചെയ്താൽ അവിടെ മുഴുവൻ ഇരുട്ടാകും. ആ ഇരുട്ടിൽ നിൽക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകും, നമ്മൾ പ്രകൃതിയുടെ മുമ്പിൽ എത്ര ചെറിയവരാണ് എന്ന്. പാറകൾ രൂപം കൊള്ളാൻ ആയിരക്കണക്കിന് വർഷങ്ങളെടുത്തു. ഒരു ഫോസിൽ രൂപപ്പെടാൻ ലക്ഷക്കണക്കിന് വർഷങ്ങളെടുത്തു. പക്ഷെ നമ്മുടെ ജീവിതമോ വളരെ ചെറിയ സമയം മാത്രം. അർവ കേവ് നമ്മളെ ഒരു കാര്യം പഠിപ്പിക്കുന്നു. നാച്ചർ നെവർ ഹറീസ്, ബട്ട് എവറിത്തിങ് ഗെറ്റ്സ് ക്രിയേറ്റഡ് ബ്യൂട്ടിഫുള്ളി ഇൻ ടൈം. അതുകൊണ്ട് ഇവിടെ ആളുകൾ കാഴ്ച കാണാൻ മാത്രമല്ല വരുന്നത്, ഒരു അനുഭവം അനുഭവിക്കാനാണ് വരുന്നത്. ഒരു നിശബ്ദത കേൾക്കാൻ, ഒരു പഴയ ലോകത്തെ സ്പർശിക്കാൻ, ഒരു ചെറിയ ടൈം ട്രാവൽ ചെയ്യാൻ. മേഘാലയയിൽ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അർവ കേവ് ഒരു ടൂറിസ്റ്റ് സ്പോട്ടായി കാണരുത്, ഒരു യാത്രയായി കാണൂ. കാലത്തിലൂടെ, പ്രകൃതിയിലൂടെ, നിങ്ങളിലൂടെ നടക്കുന്ന ഒരു യാത്ര. അർവ കേവ് ഒരു യാത്ര മാത്രമല്ല, അതൊരു ടൈം ട്രാവൽ എക്സ്പീരിയൻസ് കൂടിയാണ്. കാരണം ചില സ്ഥലങ്ങൾ നമ്മൾ കാണാൻ പോകുന്നതല്ല, അവ നമ്മളെ മാറ്റാനാണ് നമ്മൾ അവിടെ എത്തുന്നത്.
ശേഷം ഞങ്ങൾ അങ്ങനെ ടാക്സിയിൽ കയറി യാത്ര തുടങ്ങി. ഇത്തവണ ഡെസ്റ്റിനേഷൻ ഇല്ല. എവിടെയാണോ നിർത്തണമെന്ന് തോന്നുന്നത് അവിടെ അങ്ങ് നിർത്താമെന്ന് തീരുമാനിച്ചു. അങ്ങനെ വഴികൾ മാറി, കാഴ്ചകൾ മാറി. അപ്പോൾ ഒരു കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി. ചില യാത്രകൾക്ക് ഡെസ്റ്റിനേഷൻ ഇല്ല, നിർത്താൻ തോന്നുന്ന ഒരു നിമിഷം മതി. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാം പറഞ്ഞ പോലെ